ഹായ് ആൾ, വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ഇന്ന് ഞാൻ റാപ്പിഡ് ക്വസ്റ്റ്യൻ സീരീസായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പ്രത്യേക കൺസെപ്റ്റ് പഠിക്കാനാണ്. എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു കൺസെപ്റ്റ് ബൈ ഓരോ ഷോർട്സായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു. അത് വേറൊന്നുമല്ല, സിലോജിസം. എല്ലാവരും പ്രശ്നത്താൽ വലയുന്ന ഒരു ടോപ്പിക്കാണ് സിലോജിസം. സോ നമ്മൾ അതിൻ്റെ ബേസ് തൊട്ട് പോകുന്നു. ആ ബേസ് ആദ്യമായി പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലാസ്. സോ സിലോജിസം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റും കൺക്ലൂഷനും അടങ്ങുന്നതാണ്. 1 or 2 or 3 സ്റ്റേറ്റ്മെൻറ്റ്സ് അടങ്ങാം, അതിൽ കൂടുതലാകാം. സ്റ്റേറ്റ്മെൻ്റ് ആകാം, അതിൻ്റെ താഴെ കൺക്ലൂഷൻസ് ഉണ്ട്. നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്തിട്ട് ഈ കൺക്ലൂഷൻ ശരിയാണോ അല്ലയോ എന്ന് പറയാമെന്നാണ്. ആദ്യം നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് കീവേഡ്സും ഉണ്ടാകും. ദാറ്റ് ഈസ് കീവേഡ്സ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും, സിലോജിസിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒന്നുകിൽ ഓൾ, ഇല്ലെങ്കിൽ സം, ഇല്ലെങ്കിൽ നോ, ഇല്ലെങ്കിൽ സം നോട്ട്. ഈ ഇതുകൊണ്ടാണ് പുതിയ കാര്യങ്ങളുണ്ട്, പക്ഷേ ബേസ് ഉള്ളവർക്ക് അതല്ല ഇത് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്കിവരെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കീവേഡ്സ് എന്ന് വയ്ക്കാം. ഇത് നിങ്ങളുടെ ബേസാണ്, ഓർത്തോളുക, ഉപകാരപ്പെടും. പോസിറ്റീവ് കീവേഡ്സ് ആണ് ഓളും സമ്മും. നെഗറ്റീവ് കീവേഡ്സ് ആണ് നോയും സം നോട്ടും, കാരണം അവരിലൊരു നെഗറ്റീവ് അടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് യൂണിവേഴ്സൽ അപ്രോച്ച് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഇങ്ങനെ ഫിഗേഴ്സ് ആക്കി മാറ്റുന്നു. അതൊക്കെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ ഫിഗേഴ്സ് ആക്കി മാറ്റിയിട്ട് ചെക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഈ കൺക്ലൂഷൻ ശരിയാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻ വിച്ച് മെയ്ഡ് ഓഫ് കീവേഡ്സ്. പോസിറ്റീവ് keywords and negative. Positive are all and some, negative are no and some not. And the method we are using is Venn diagram. That is the most accurate one. So thank you for hearing me.